ഗുഡ് മോർണിംഗ്. ഇന്നത്തെ യാത്ര കുറച്ച് വലിയ യാത്രയാണ്. ഞാൻ ആലോചിച്ചു ആദ്യം പോകണം വേണ്ടി 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പിന്നെ അവിടുന്ന് ഓരോ സ്ഥലത്തേക്കും 1 മണിക്കൂർ വെച്ച് ഡ്രൈവ് ഉണ്ട്. ഒരു ചെറിയൊരു മടി യാത്ര ചെയ്യാനുള്ളത് എപ്പോഴും ഉണ്ടാവാറില്ല, പക്ഷെ ചില സമയത്ത് അത് വരും. അപ്പം എനിക്കത് ഗെറ്റ് ഓവർ ചെയ്യാൻ ഇഷ്ടം. കാരണം വെച്ച് കഴിഞ്ഞാൽ മടി വന്ന് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ഈവനിങ് ആകുമ്പോഴേക്കും ഒരു വിഷമം വരും. അയ്യോ പോയില്ലല്ലോ, മടി വേണ്ടായിരുന്നുള്ളത്, പിന്നെ എന്തിനാ അത്ര നേരം വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ തന്നെ പോയേക്കാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോൾ ചാടി ഇറങ്ങിയതാണ്. ലിറ്റിൽ സ്വിറ്റ്സർലൻഡ്, ചെറോക്കി, ആഷ്വിൽ, ഈ 3 സ്ഥലങ്ങളാണ് ഇന്ന് ടാർഗറ്റ്. സമയമെടുക്കും, എന്നാലും നോക്കട്ടെ എങ്ങനെ പോകുന്നുള്ളത്. എവിടെയൊക്കെ നിർത്തി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വേണം പോകാൻ. മെല്ലെ ഓടിച്ച് പോകണം. അവിടെ തിരി കാണാം. പിടിച്ചോടിച്ചത് ഗ്യാസ് സ്റ്റേഷനിലെത്തി. ഇവിടെ എത്ര ടെമ്പറേച്ചർ അറിയോ? കർത്താവ് -3 ഈ ഏരിയയിൽ. അതായത് ഒരു സ്കീയിങ്ങിൻ്റെ ഒക്കെ ഏരിയ ആണ്. പക്ഷെ ഇത്രയും തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ പോയി റെസ്റ്റ് റൂമിലൊക്കെ പോയി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് -3 ആണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഇനി ലിറ്റിൽ സ്വിറ്റ്സർലാൻഡിൽ എത്തുമ്പോൾ ഇനി എന്താ അവസ്ഥ എന്ന് കണ്ടറിയണം. ഇവിടെ പെട്രോളൊക്കെ നമ്മൾ തന്നെ അടിക്കണം. നമ്മുടെ നാട്ടിലത്തെ പോലെ കാണത്തില്ല. കൈയൊക്കെ ഉണ്ടല്ലോ മരവിച്ചു പോയി. ജസ്റ്റ് ഒരു 5 മിനിറ്റ് പുറത്തു നിന്നുള്ളൂ, കൈയും കാലൊക്കെ മരവിച്ചു പോയി. തണുപ്പാണ്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഹോംവർക്കിൻ്റെ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. പോയി നോക്കാൻ തന്നെയുള്ളൂ. ജസ്റ്റ് പെട്രോൾ അടിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു വിസിറ്റർ സെൻ്ററിൽ നിന്ന് കണ്ടു. അപ്പം ഇവിടെ കയറി നോക്കിയതാണ് ഇൻഡോർ ഹോളിഡേ മാർക്കറ്റ്. പക്ഷെ അവർ ഓപ്പൺ അല്ല. പക്ഷെ ഒരുപാട് ബ്രോഷേഴ്സ് ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ ബ്രോഷേഴ്സൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ആഷ്വില്ലായതുകൊണ്ട് ആഷ്വിൽ ഇതെടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് സമയം കിട്ടുമ്പോൾ നോക്കാം. അങ്ങനെയാണ് നമ്മൾ സ്ഥലങ്ങൾ മനസ്സിലാക്കുക. ഗൂഗിൾ മാപ്സ് ഉണ്ട്, പക്ഷേ ചില സമയത്ത് ഇവർക്ക് അവരുടെ റെക്കമെൻഡേഷൻസ് ഉണ്ടാവും, മറ്റേ ലോക്കൽ റെക്കമെൻഡേഷൻസ്. അതും ഒരു ഡിഫറൻഷിയേറ്ററാണ്. അപ്പോൾ അതാണ് വിസിറ്റ് സെൻറ്റർ. വലിയ തിരക്കെന്ന് പറയാനില്ല. 3-4 വണ്ടികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതിൽ നോക്കുവാണെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. എന്താ ഷോപ്പിംഗ്, സ്പാ, വെൽനെസ്, അങ്ങനത്തെ കുറേ കളക്ഷൻസ് കാണും ഇവർക്ക്. ഫുഡ് ആൻഡ് ഡ്രിങ്ക്, മാർക്കറ്റ് പ്ലേസ്. പക്ഷെ അതൊന്നും നമുക്ക് താല്പര്യമില്ല. ഞാൻ നോക്കുന്നത് അട്രാക്ഷൻസ് ആണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇപ്പം ആഷ്വിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയ ഈ ബിൽറ്റ്മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാസിലാണ്. കാസിൽ അതൊരു കൺട്രി ഹോമാണ്. പക്ഷെ എത്രയോ 800 8,000 ഏക്കർ. അതായത് 1 ഏക്കറും 8,000 ഏക്കറും. ഡിഫറൻസ് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അത്രയും ഏക്കറിലാണ് ഈ വീട് ഇരിക്കുന്നത്. ഒരു പ്രൈവറ്റ് ഹോമായിരുന്നു, ഇപ്പം മ്യൂസിയം ആണ്. പക്ഷെ അതിനകത്ത് കയറണമെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ്. അതുകൊണ്ട് ഞാൻ കയറത്തില്ല. പുറത്ത് പോയിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഈ ഒരു അട്രാക്ഷൻ കവർ ചെയ്യാനുള്ള ലക്ഷ്യം. ഈ കാറ്റിലിങ്ങനെ തരിതരി പോലെ പറക്കണുണ്ട്. മഞ്ഞാണ്. പുറത്തേക്ക് ഇറങ്ങി നോക്കാം. ഇവിടുത്തെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ -6 ആണ്. ഇവിടെ താഴെ കണ്ടോ, ഇതൊക്കെ സ്നോ ആണേ. കണ്ടോ, -6 ആണെങ്കിലും സ്നോ ഉണ്ട്. എന്നാൽ വലിയ തണുപ്പായി തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇതൊക്കെയാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ. അപ്പം നമ്മളിപ്പോൾ ലിറ്റിൽ സ്വിറ്റ്സർലാൻഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഹോട്ടൽസൊക്കെ ആയിരിക്കും വരിക. കണ്ടാൽ തന്നെ അറിയാം ഓഫ് സീസൺ ആണ്. ഒറ്റ മനുഷ്യൻ ഇവിടെ ഇല്ല ഫോർ സം റീസൺ. വിൻ്റർ കഴിഞ്ഞ സ്ഥിതിക്ക് അതുകൊണ്ടായിരിക്കാം. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ്. കണ്ടോ, മലകളൊക്കെ ആയിട്ട് സ്കീയിങ്ങിൻ്റെ ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുകയാണ്. വലിയ ആൾക്കാരൊന്നും കാണാനുമില്ല. പക്ഷേ മഞ്ഞ് ആസ്വദിക്കണമെങ്കിൽ മഞ്ഞ് ആസ്വദിക്കാം. ഇനി കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണം. വരുന്ന വഴിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ റോഡുകൾ ഭയങ്കര നാരോ ആയിട്ടുള്ള റോഡാണ്. അതായത് നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ കിടക്കും, അതുപോലത്തെ റോഡുകൾ. പക്ഷേ സൈഡിലൊക്കെ ഇതുപോലെ മഞ്ഞ് കിടക്കുകയാണ്. അപ്പം ഞാൻ അടുത്തുള്ള അട്രാക്ഷൻ നോക്കിയപ്പോൾ കണ്ടതാണ് ഈ എമറാൾഡ് വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലം. പക്ഷേ എല്ലാം ക്ലോസ്ഡ് ആണ്. എന്നാലും നമുക്ക് പുറത്തുനിന്ന് കാണാം ഇതൊക്കെ ഇവിടെ അല്ലേന്നൊക്കെ. അപ്പം പെട്ടെന്ന് അപ്പുറത്ത് പോയിട്ട് ജസ്റ്റ് നോക്കിയിട്ട് തിരിച്ചു പോകാമെന്ന് വെച്ചു. ഇവിടെ എമറാൾഡ് വില്ലേജ് പണ്ടത്തെ മൈനിങ്ങിൻ്റെ സ്ഥലങ്ങൾ അതൊക്കെ.
മൈനിങ്ങിൻ്റെ ഒരു മ്യൂസിയം പോലെയാണ് അവരത് വെച്ചിട്ടുള്ളത്. കണ്ടോ, മൈനിങ്ങിൻ്റെ റെയിൽ സംഭവങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താഴെ മൈനിങ്ങിൻ്റെ കുറേ വ്യൂ കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു നല്ലൊരു പുഴ പോലെയുണ്ട്, സൈഡിലൊക്കെ നല്ല മഞ്ഞ്. എനിക്ക് ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. താഴെ പോവില്ല, ചെറിയ അരുവികൾ. ഇവിടെ ഒരു മൈനിങ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് വേറൊരു സെറ്റപ്പും കൂടി ഉണ്ട്. ഇവിടെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കേവ് ടൂറൊക്കെ ഉണ്ട്. കണ്ടോ, അതൊരു വലിയ കേവാണ്. അതിൻ്റെ ചുറ്റും ഈ ഭാഗത്തൊക്കെ ഐസ് കണ്ടോ, ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന പോലത്തെ ഐസുകൾ. അത് ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് വീണ് വെള്ളത്തിലേക്ക് പോകുന്ന കാണാം. നെക്സ്റ്റ് എവിടേക്ക് പോകണം നോക്കാൻ വേണ്ടി മൊബൈലിൽ സെർച്ച് ചെയ്തപ്പോഴാണേ നെറ്റ്വർക്ക് ഇല്ല. ഇനിയിപ്പം താഴേക്ക് ഓടിച്ച് നെറ്റ്വർക്കിൽ ഏതെങ്കിലും ഭാഗത്ത് എത്തിയിട്ട് വേണം ഇനി അടുത്ത സ്ഥലം എവിടെയാണെന്ന് നോക്കാൻ. അധികം വണ്ടികളില്ലാത്തതുകൊണ്ട് മൊബൈലെടുത്ത് ചുമ്മാ പെട്ടെന്ന് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഈ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ടോ, വീടുകളുടെ സെറ്റപ്പൊക്കെ കണ്ടോ. ഒന്നാമത് ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇവിടെ മുടക്കാണ് US. അതുകൊണ്ടായിരിക്കാം ബാക്കി എല്ലാവരും ഒരു ദിവസത്തേക്ക് വേണ്ടി ഇത്രയും ഡ്രൈവ് ചെയ്ത് വരില്ല. ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ 2 ദിവസം താമസിക്കാനൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം ഒന്ന്. രണ്ടാമത്തത്, പച്ചപ്പുണ്ടെങ്കിലേ എല്ലാത്തിനും ഒരു ഭംഗിയുള്ളൂ എന്നുള്ളതും ഒരു കാര്യമാണ്. ഇങ്ങോട്ട് ഓടിച്ചു വരുന്നിടത്ത് ഞാനിങ്ങോട്ട് ഓടിച്ച് ദൈവമേ സൗണ്ടൊക്കെ പോയി തുടങ്ങിയിട്ടാ. ഞാനിങ്ങോട്ട് ഓടിച്ചു വരുന്ന സമയത്ത് കണ്ടതാണ് ഈ ചർച്ച്. എനിക്കിങ്ങനത്തെ ചെറിയ ചെറിയ ചർച്ചുകൾ കാണാമെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നിർത്തി 2 ഫോട്ടോ എടുത്തിട്ട് പോവാം എന്നുള്ളത്. ചെസ്റ്റ്നട്ട് ഗ്രോവ് ബാപ്റ്റിസ്റ്റ് ചർച്ച്, അതാണ് ഈ ചർച്ചിൻ്റെ പേര്. ഇന്ന് കോട്ടൽ കത്തി. അപ്പം നല്ല സ്ഥലമൊന്നും വേറെ കണ്ടില്ല. അപ്പം ഇവിടെ കയറി, സബ്വേയിൽ കയറി. ഒരെണ്ണം മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പാണ്, ബ്രക്കോളി ഷെഡർ സൂപ്പ്. നോർമലി സബ്വേയിൽ സാൻഡ്വിച്ചിൽ കിട്ടുന്നത്. ഇപ്പം അവർക്കൊരു ബർഗർ പോലത്തെ ഒരു സംഭവമുണ്ട്, മിനി ബർഗർ എന്നല്ല ശരിക്കും. അപ്പം ഞാൻ 2 മിനി ബർഗർ പറഞ്ഞു. ഇത് മറ്റേ സ്റ്റേക്കാണ്, സ്റ്റേക്ക് ആൻഡ് ചീസ്, അങ്ങനത്തെ 2 എണ്ണം. ഇപ്പം സൂപ്പ് നോക്കട്ടെ എങ്ങനെയുണ്ട്. വേണ്ട, നല്ല ഹെൽത്തി ആണല്ലോ. സൂപ്പർ സംഭവം. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ചീസായിരിക്കും. ചീസല്ല, ലൈറ്റ് ചീസിൻ്റെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ്. നല്ല സ്റ്റേക്കിൻ്റെ ടേസ്റ്റാണ്. കഴിഞ്ഞു. ഇനി ആഷ്വിൽ, അതാണ് നെക്സ്റ്റ് സ്റ്റോപ്പ്. 12:45 സമയം. അതിനൊരു 30 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ ആഷ്വിൽ എത്തുള്ളൂ. ഇതൊരു അരമണിക്കൂർ ഡ്രൈവിന് ശേഷം ബിൽട്ട്മോർ എസ്റ്റേറ്റിലെത്തി. $70 ടിക്കറ്റ്. അത്രയും എടുത്തു കഴിഞ്ഞിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടില്ലെങ്കിൽ അതൊരു വേസ്റ്റാണ്. അതുകൊണ്ട് എനിക്ക് എടുക്കില്ല, കുറച്ച് ഇൻഫർമേഷനൊക്കെ നോക്കിയിട്ട് തിരിച്ച് പോവും ബാക്കിയുള്ള സ്ഥലം കാണാൻ. ഓൺ എ സെക്കൻഡ് തോട്ട് ഞാൻ ടിക്കറ്റ് അങ്ങ് എടുത്തു. സംഭവം $74. കുറച്ച് കൂടുതലാണ്, പക്ഷെ അവർ പറയുന്നത് കാണാനൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ ബിൽട്ട്മോർ ഹൗസ് കണ്ടേക്കാം. അപ്പോൾ ഇതാണ് ടിക്കറ്റ്. ഒരു ഉപകാരം എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്യണ്ട. അഡ്മിഷൻ ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷട്ടിലുണ്ട്, ആ ഷട്ടിൽ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഒരു 8000 ഏക്കറിലാണ് ഈ എസ്റ്റേറ്റ് ഇരിക്കുന്നത് കേട്ടോ. പണ്ടത്തെ ആരുടെയോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. നമ്മുടെ വീടിൻ്റെ ഗേറ്റിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ ഏകദേശം 6 കിലോമീറ്റർ. അതാണ് ഇപ്പോൾ ഞാൻ ആ ഗേറ്റിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി കൊടുത്തത്. ഇനി അത് കഴിഞ്ഞ് ഓരോ സ്ഥലത്തുനിന്ന്, അതായത് ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് വേറൊരു ടൗൺ ഹൗസിലേക്ക് പോകണം 3-4 മൈൽ. ഇവിടെയാണ് ഷട്ടിൽസൊക്കെ വരിക. 2:15 ഷട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അതിൽ കയറി പോവാം എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കണേ ടിക്കറ്റിന്. എന്നിട്ട് പോലും തിരക്കിന് യാതൊരു കുറവുമില്ല. If you hear all 6 segments, you'll have a good idea by the time you leave of who George Vanderbilt was and how the house was built.
അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽറ്റ്മോർ എസ്റ്റേറ്റ്. ഓക്കെ, കാണുമ്പോൾ തന്നെ പേടിയായി പോകും. അമ്മാതിരിയുള്ളൊരു സ്ഥലമാണ്, കൊട്ടാരം പോലെ ഇരിക്കും. ഈ ഹൗസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US-ത്തെ ഏറ്റവും വലിയ പ്രൈവറ്റായിട്ട് ഓൺ ചെയ്യുന്ന വീടാണ്. ഈ ജോർജ് വാൻഡർബെൽറ്റ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒരു എന്താ പറയുന്നത്, ഒരു സമ്മർ ഹൗസ് അല്ലെങ്കിൽ ഒരു ഗെറ്റ് അവേ പോലെ ഡിസൈൻ ചെയ്ത വീടത്, ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ആയിട്ട്. 8,000 ഏക്കർ. ഈ കൊട്ടാരത്തിൽ നടുത്തളന്നൊക്കെ പറയില്ലേ, അതാണ്. എനിക്കിത് കാണുമ്പോൾ നമ്മുടെ മൈസൂർ പാലസിൽ അതിൻ്റെ ഒരു എന്തൊരു ഗംഭീരം എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ കാണുന്നത്. എന്തൊരു ഡീറ്റെയിൽ ആണെന്നറിയോ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമാണേ, ബാങ്ക്വറ്റ് ഹാൾ. ഈ വീടിനകത്ത് 250 റൂമുകളുണ്ട്, 101 ബെഡ്റൂമുണ്ട്, 46 43 ബാത്റൂമുണ്ട്. അത്രത്തോളം തന്നെ ഫയർ പ്ലേസ് ഉണ്ട്. ഓക്കെ, അതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. ഈ ഓരോ ഡീറ്റെയിൽ നോക്കണേ, ഇതൊക്കെ മെറ്റലാണ്. ആ ഫ്രണ്ടിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് 80 ഏക്കറോളമുള്ള പാർക്കാണ്. ഇതിവരുടെ മ്യൂസിക് റൂം, ഗസ്റ്റിന് മ്യൂസിക് കേൾക്കാനുള്ള സ്ഥലമാണ്. ഇതൊരു ബിഗ് ഹോൾവേ ആണ്. പണിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നെക്സ്റ്റ് ലൈബ്രറിയാണ്. എൻ്റെ അപ്പാർട്ട്മെൻറ്റിനേക്കാളും വലിപ്പമുണ്ട് ഈ ഒരൊറ്റ റൂം. ലൈബ്രറി കാണണം കേട്ടോ, ചെറിയൊരു ലൈബ്രറി. വലിപ്പം കണ്ടോ, ലൈബ്രറി കണ്ടിട്ട് കണ്ടു തള്ളിപ്പോയി. എന്താണത്? സ്റ്റെയർ കേസ് കയറി വന്നു കഴിഞ്ഞാൽ ലിവിങ് റൂമാണ്. ഭയങ്കര പെയിൻറ്റിങ്സ് ഒക്കെ ആയിട്ടുള്ള കുറേ ലിവിങ് റൂമുകൾ. ഓ, കണ്ടിട്ട് കണ്ണ് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. ഒരു ബെഡ്റൂമാണ്. ഇതുപോലത്തെ 101 ബെഡ്റൂമുണ്ട്. ഇതാണ് പുള്ളിക്കാരുടെ ബെഡ്റൂം. എന്താണെന്നറിയില്ല, ബെഡിൻ്റെയൊക്കെ സൈസ് വളരെ ചെറുതാണ്. എൻ്റെ കാര്യം പുറത്താവും. ഇങ്ങനെയൊക്കെ വീട് പണിയാമോ? ഞാൻ അറിയാൻ പാടില്ലെന്ന് ചോദിച്ചില്ല. ഇങ്ങനെയൊക്കെ പണിയാമോ? ഇത് ശരിയാണോ? 3-ാം നിലയിലത്തെ ബെഡ്റൂം പണി കാണാം. 3-ാം നില. ഈ ഒരു വാൾ ഡെക്കോർ നോക്കൂ, ജസ്റ്റ് വാൾ പേപ്പർ അല്ല, വെൽവെറ്റി മെറ്റീരിയലാണേ. തൊട്ടുമ്പോൾ എന്ത് മിനുസെന്ന് അറിയാം. 2 നില താഴേക്ക് ഇറങ്ങിയിട്ട് ഒരു സ്റ്റോൺ കോറിഡോർ വഴി പോയിക്കൊണ്ടിരിക്കുകയാണേ. 2 നില താഴേക്ക് ഇറങ്ങി, അണ്ടർഗ്രൗണ്ടിലാണത്. അപ്പോൾ ഒരു വിങ്ങിൽ നിന്ന് വേറെ വിങ്ങിലേക്ക് പോകാനുള്ള അണ്ടർപാസ്സാണ് ഈ കാണുന്നത്. വീടിൻ്റെ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സ്ഥലത്തേക്ക് പോകണത്തെ കഷ്ടപ്പാടേ. ഇതൊക്കെ ഡ്രസ്സിങ് റൂമുകളാണേ. ഗസ്റ്റിന് ഡ്രസ്സ് മാറാനുള്ള റൂമുകളാണ് ഈ കാണുന്ന മുഴുവൻ. ഡ്രസ്സ് മാറാൻ മാത്രമുള്ളത്. സ്വിമ്മിങ് പൂള്. നേരത്തെ കണ്ടാണ് സ്വിമ്മിങ് പൂള്. അതിന് തൊട്ടപ്പുറത്ത് ഒരു ജിമ്മ്. എല്ലാം മരം കൊണ്ടും മെറ്റലും ഡംബിൾസും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അവിടെ തന്നെ ബാത്ത് ചെയ്യാനുള്ള സ്ഥലവും എല്ലാം ഉണ്ട്. സെർവൻസിൻ്റെ ഡൈനിങ് ഹാളാണേ ഈ കാണുന്നത്. പാത്രങ്ങളൊക്കെ വെക്കുന്ന റൂമാണ്. പാത്രങ്ങൾ വെക്കാനുള്ള വേറൊരു സ്ഥലം. വലിയ അഹങ്കാരം എന്ന് പറയാനില്ല. ഇതാണ് അവരുടെ തേപ്പ് കട. ഇത്രയും പേർക്ക് തേക്കണ്ടേ എന്നതാണ് അവരുടെ മെയിൻ ഡൈനിങ് ഹാളാണ്. ചെറുത്, വലിയ ആർഭാടമൊന്നുമില്ല. പിന്നെ കളിക്കാനായിട്ട് ചെറിയൊരു ബില്ലിയാർഡ്സിൻ്റെ റൂമുണ്ട് ഇവിടെ.
ഇത്ര സിമ്പിളായിട്ട് എങ്ങനെ അവർക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന പോവോ? വീടാണോ? നന്നായിട്ട് കേട്ടാ. അവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. ഈ പോകുന്നത് സ്റ്റേബിളിലേക്കാണ്. ക്രിസ്മസ് കഴിഞ്ഞാൽ എന്നാലും ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഉള്ള നല്ലൊരു ഷോപ്പ്. ഓ, ആഡംബരം തന്നെ കേട്ടോ. ഓ, ഒരു ക്രിസ്മസിന് വേണ്ട എല്ലാ തരത്തിലുള്ള ഓർണമെൻറ്റ്സ് ആണെങ്കിലും അതിനുപയോഗിക്കേണ്ട സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു കട. ഈ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഇവിടെ സ്ഥലത്ത് പോകുന്നത് അറൗണ്ട് മാർച്ചിലോ ഫെബ്രുവരി മിഡിലോ മറ്റോ ആണ്. അപ്പോഴും ഈ ഷോപ്പാണെങ്കിൽ ഒരു ക്രിസ്മസ് നാളെ നടക്കാനിരിക്കുന്നു എന്ന പോലത്തെ പ്രതീതിയാണ് നമ്മുടെ മനസ്സിലുണ്ടാക്കുക. അത്രയും എന്താ പറയുക, എന്തൊരു രസമാണെന്നറിയോ. ഞാനിങ്ങനെ തേരാ പാര നടന്ന് കുറേ ഫോട്ടോ എടുത്ത് കുറേ പിക്ചേഴ്സ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട് ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. ചോക്ലേറ്റുകളുടെ ഒരു ഷോപ്പാണേ. പോസ്ലിൻ്റെ മറ്റേ എന്താ പറയുന്നത്, ഓരോന്നിനും ക്വാളിറ്റി കാണണം. എത്ര ഫൈൻ ക്വാളിറ്റി എന്നറിയോ. ഓരോ യൂട്ടൻസിൽസ് ആണെങ്കിലും ചെറിയ സ്പൂണുകൾ, പാത്രങ്ങൾ കാണണം. ഇതുണ്ട് കഴിഞ്ഞു. ഇനി അടുത്തത് വണ്ടി പിടിക്കണം. വണ്ടി പിടിച്ചിട്ട് വേറെ കുറച്ച് സ്ഥലങ്ങളും കൂടിയുണ്ട്. തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവരുടെ ഒരു 80 ഏക്കറിൻ്റെ ഗാർഡൻ ഉണ്ട്. അതൊന്ന് പെട്ടെന്ന് കണ്ടേക്കാം. 80 ഏക്കർ, അതായത് നമ്മൾ മൈസൂർ ബൃന്ദാവൻ ഗാർഡൻസ് ഇല്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഗാർഡൻ കാണാൻ പറഞ്ഞിട്ട് 80 ഏക്കർ നടക്കാനൊന്നും പറ്റില്ല. വണ്ടി എടുത്ത് ഓടിച്ച് പോകണമെങ്കിൽ തന്നെ എടുക്കും 1.5 മണിക്കൂർ. കണ്ടേക്കാം. ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ ചെറിയൊരു ഗാർഡനകം നോക്കിയിട്ട് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോഴാണ് ഇവരുടെ 80 ഏക്കറിൻ്റെ ഗാർഡൻ. എന്താ അല്ലേ, ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു, നല്ല തണുപ്പ്. അധികം ആൾക്കാർ ആ ഭാഗത്ത് കാണാനുമില്ല. അതെനിക്ക് പിന്നെയും മനസ്സിലായി എന്തുകൊണ്ടാണെന്നുള്ളത്. തണുത്ത് വിറച്ച് ഒരു മനുഷ്യന് നിൽക്കാൻ പറ്റാത്ത ഒരു ക്ലൈമറ്റാണ് അവിടുത്തെ. ഇപ്പം ഞാൻ കണ്ടത് ബിൽറ്റ്മോർ ഹൗസ് ഗാർഡൻ. ഞാൻ ഇവിടം വരെ പോയി, ബാക്കിയൊന്നും കണ്ടില്ല. തിരിച്ച് വണ്ടി എടുത്തിട്ട് ഇവിടെ എത്തി. ഇപ്പോൾ ഇവിടെയാണുള്ളത്. ഇനി നെക്സ്റ്റ് പോകാനുള്ളത് ഡിയർ പാർക്കിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ റൂട്ട് വന്നിട്ടാണ് വൈനറി. അപ്പോൾ വൈനറിക്കും പോകണം, ഡിയർ പാർക്കിക്കും പോകണം. 2 സ്ഥലങ്ങൾ ഇനി ബാക്കിയുള്ളത്. വലിയ വീടൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള കുറച്ച് ഉല്ലാസ പരിപാടികളൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കൂടെ ഒരു ഹോഴ്സ് ബാൻ ഉണ്ട്. കാണിച്ചു തരാം. എന്താ കുതിരകളുടെ ഒരു സ്റ്റൈല്. ഇവിടെയും കുറേ കുതിരകളുണ്ട്. എല്ലാതും കണ്ടറിയാം. ഏറ്റവും മുന്തിയനം ബ്രീഡ് എന്നൊക്കെ പറയില്ലേ, ഒരു തറവാട്ടി പറന്ന ലുക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ കുതിരകളാണ്. നോർമൽ കുതിരകളല്ല, കുറച്ചുകൂടിയും തണുപ്പുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന കുതിരകൾ പോലത്തെ. കണ്ട കാലുമലത്തേക്ക് രോമവും കുറച്ച് ബബ്ലി ആയിട്ടുള്ള കുതിരകളാണ്. ഫുഡ് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഒരുമിച്ച് ഇറക്കുള്ളൂ അങ്ങനെ. അപ്പം അതാണ് ഇവരുടെ ഹോഴ്സ് ബാൺ. ഇനിയിപ്പം എനിക്ക് കാണാൻ ബാക്കിയുള്ളത് വൈനറിയാണ്. അവിടെ എന്തോ കോംപ്ലിമെൻ്ററി വൈൻ ടേസ്റ്റിംഗ് ഒക്കെ ഉണ്ട് ഈ ടിക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ളത്. എന്തോ ഒരു കുതിരയുടെ സ്റ്റൈല്. ഓഹ്, എന്താ ഇതിൻ്റെ ഒരു സൈസ് എന്നറിയോ. നമ്മൾ നോർമൽ കുതിരേനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഭയങ്കര വ്യത്യാസമുള്ള കുതിരയാണ് എന്ന് പറയുന്നത്. ഭയങ്കര വുള്ളൻ രോമം ഒക്കെയുള്ള കുതിര. കാലുമൊക്കെ ഉണ്ടോ. നമ്മുടെ നാട്ടിലാണ് കുതിരകൾ ഇതിൻ്റെ ഡയറ്റ് ചെയ്ത പോലെ ഇരിക്കും.
ഇവന്മാരേ ഉള്ള ഭാഗമാണ്. മുകളിൽ കുതിരയ്ക്കുള്ള വൈക്കോലൊക്കെ വെച്ചിട്ടുണ്ട്, താഴെ കുതിരകൾക്കുള്ള റൂമുകളൊക്കെ ഉണ്ട്. ഈ ബാണ്ടിയൊക്കെ ഒരു ആർക്കിടെക്ചറൽ ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നണേ വിൻഡ് വന്ന് ബ്ലോക്കേജ് ഒന്നുമില്ലേ മുകളിൽ കണ്ടോ, വിൻഡ് വരുന്നു പോകുന്നു. അപ്പം അങ്ങനത്തെ ഒരു ആർക്കിടെക്ചറൽ സ്ട്രക്ചറാണ് ഇതിൻ്റെയൊക്കെ. അടുത്ത ഇതെന്ന് പറയുന്നത് വൈനറിയാണ്. നോർമൽ വൈനറീസ് തന്നെ നല്ല രസമാണ്. അപ്പോൾ ഇവിടുത്തെ എക്സ്പെക്റ്റേഷൻ എൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് കൂടുതലാണ്. നോക്കാം. ഒരു വീടാണ് ഇത്രേ. എന്തൊട്ട് അഹങ്കാരം വേണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൂട്ടണമെങ്കിൽ. അവരുടെ ഹൗസ് ടേബിളിൽ എത്താനെടുത്തു 4 മൈല്. ഓക്കെ, 2 കിലോമീറ്റർ വെച്ച് പിടിച്ചു. അപ്പോൾ 8 കിലോമീറ്റർ വീട്ടിൽ നിന്ന് ഹോഴ്സ് റൈഡിൻ്റെ അവിടെ എത്തണമെങ്കിൽ. അവിടെ നിന്ന് വൈനറിയിലേക്ക് 3 മൈല്, ഏകദേശം 6 കിലോമീറ്റർ പിടിച്ചു. ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ, വീടിനകത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ തുരങ്കം, പുറത്തുനിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ മൈലുകളോടെ വണ്ടി ഓടിക്കും വേണം. സമ്മതിക്കണം. ഞാൻ വന്ന് ഇതിനകത്ത് ഒളിച്ച് താമസിച്ച പോലും അവരറിയില്ല. അമ്മാതിരി ഇതൊക്കെ ഈ ഇലക്ട്രിക് കമ്പി വെച്ച് ഫെൻസൊക്കെ വെച്ച് അവർ കുറേ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫെൻസാണ് ഈ കാണുന്ന മുഴുവൻ. സൈഡിലൊക്കെ ഷോക്കടിച്ച് പണി പാടുന്നവർ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ പറമ്പുകളിൽ സ്ഥലം നോക്കി പോകുമായിരുന്നു. ഇതിപ്പോൾ ഏത് ഭാഗത്ത് കളിക്കുന്നതാണ്. ഇവിടെ ഗസ്റ്റുകൾക്ക് താമസിക്കാം, അവർക്ക് പ്രത്യേകം താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് കുറേ ആക്സസ് ഉണ്ട്, നമുക്കില്ലാത്ത കുറേ ആക്സസുകൾ. ഇപ്പം ഈ പുള്ളിക്കാരി ഓടുന്നുണ്ടോ, ഇവിടെ താമസിക്കുന്നതായിരിക്കും. സ്പെഷ്യൽ ഗെസ്റ്റ് സർവീസസ് അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എത്തി. ഇവിടെ എവിടെയും വൈനറി നിന്ന് കണ്ടുപിടിക്കണം. കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഇവിടെ ഒരു എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, സ്പെഷ്യൽ ഗസ്റ്റ് സർവീസസ്. പിന്നെ വൈനറി ഉണ്ട്. ഇനിയിപ്പോൾ വൈനറി ഇവിടെ നിന്ന് ഒടിച്ചിട്ട് വേണം അവിടേക്ക് എത്താൻ. അത് വില്ലേജ് ഹോട്ടലാണ്. അപ്പം എനിക്ക് തോന്നുന്നത് മിക്കതും വൈനറി ആ ഭാഗത്തായിരിക്കും. ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ അകത്ത് വന്ന് വെക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, പക്ഷേ വില്ലേജ് പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുക. നടുത്തളവും ഒരു മിഡിൽ ഗ്രൗണ്ടൊക്കെ ആയിട്ടുള്ള ഒരു വില്ലേജ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഫൗണ്ടൻ, അതുമേ ഒറിജിനൽ ഐസാണേ. അത്രയും തണുപ്പായതുകൊണ്ട് ഇത് വേണ്ടോ, ഇതിനകത്ത് ഐസ് ഇറക്കുന്നുണ്ടോ. സി യു സി ഇത് മുഴുവൻ ഐസ് പാളികളാണ്. മ്യൂസിക്കാണ് ഇവിടെ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കണേ. ഇവിടെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ശരിക്കും ഒരു ഹോളിഡേ അറ്റ്മോസ്ഫിയർ. അതാണ് വൈനറിയുടെ എൻട്രൻസ്. പക്ഷെ അതിൽ കയറുന്നതിന് മുമ്പ് എനിക്ക് ഇപ്പുറത്തൊന്ന് കാണണം, ലൈറ്റ് പോകുന്നതിന് മുമ്പ്. ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കണ്ടോ, ചെറിയ ചെറിയ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എനിക്കിത് കാണേണ്ടതാണ്. ക്രീമറി. ഇപ്പോൾ അതാണ് മറ്റേ ഐസ്ക്രീം ഷോപ്പ്. ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ള ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ഇവിടെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതെ, ക്രിസ്മസിൻ്റെ ആ ഒരു എന്താ പറയുക സീസൺ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നുള്ളത് ശരിക്കും കാണിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഇവിടെ അവർ വന്നതല്ലേ, ഒരു ഐസ്ക്രീം കഴിച്ച് നോക്കാം. ക്രീമറി ഉണ്ട് ഇവിടെ, കുറച്ച് സ്നാക്സ്, ഇത് കുക്കീസ്, ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത ക്യാബിച്ചിനുമാണ്. കോഫി അത് മതി. പിന്നെ വൈൻ വേണ്ടവർക്ക് വൈൻ പിടിച്ചു കുടിക്കാം, വൈനൊക്കെ ഉണ്ട്. ഈ ഒരു വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചതിൽ അത്രയധികം സന്തോഷം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും നല്ലൊരു സ്ഥലമാണെന്നോ ഇത്രയും എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടെന്നുള്ളതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കൊടുത്ത പൈസയ്ക്കുള്ള വാല്യൂ അമേസിങ്, അത് ഈ സ്ഥലത്തിനുണ്ട്. ഒരു ഹോളിഡേ ശരിക്കും ഒരു ഹോളിഡേ മൂഡാണ് ഇവിടെ. ക്രിസ്മസ് സോങ്സ്, സട്ടിലായിട്ടുള്ള ക്രിസ്മസ് സോങ്സ് പ്ലേ ചെയ്യുന്നു, ലൈറ്റ്സ്, അതിൻ്റെ ഡെക്കറേഷൻസ്, ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയും ലൊക്കേഷൻ എല്ലാം കൂടെ ഒരു ഹോളിഡേ. ജസ്റ്റ് ഞാൻ നോർമൽ ലൈഫിൽ നിന്ന് ഒരു വണ്ടർ വേൾഡിലേക്ക് വന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇനി വൈനറിക്കാണ്.
പക്ഷെ ആ ഭാഗത്തേക്ക് ഭയങ്കര ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട്. നോക്കാം, അത് കുറച്ചൊരു രാത്രിയിൽ ഭംഗി ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു പട്ടിക്കുട്ടിക്ക് ഒരു ബോൾ എറിഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു കുട്ടി നിൽപ്പുണ്ട്. ഇവിടെ ചെടികളുടെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് അടിപൊളിയുണ്ട്. ഇതൊരു പബ്ബാണ്. ഇപ്പം വരുമ്പോൾ ഒരു സെൻട്രൽ ഷെയ്ഡ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. പിന്നെ ഒരു ബിൽമോർ ലെഗസി അങ്ങനത്തെ ഒരു ഷോപ്പുണ്ട് ഇവിടെ. ഈ മരത്തുമൊക്കെ ഫുൾ ലൈറ്റാണ്. ആ കാണുന്നതാണ് വൈനറി. ആരും അങ്ങോട്ട് പോകണ്ടില്ല. ഇതാണ് ദ വൈനറി എൻട്രൻസ്. ഇത് ഇവിടുത്തെ വൈനറിയുടെ സെറ്റപ്പാണ്. ഒന്ന് കണ്ടോളാം. ഒരു ഇത്രയും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു നടപ്പാത അടിപൊളിയുണ്ട്. ഇടലം എന്ന് പറയാനേ പറ്റത്തുള്ളൂ. നമ്മൾ ശരിക്കും ഓസംനെസ് കഴിഞ്ഞു എന്ന് ഇല്ല, അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഓ, എവിടെ അവസാനിക്കുന്ന ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇപ്പോഴും അവസാനമായിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വൈനറിയാണ് ഈ കാണുന്നത്. ില്ല അതിൻ്റെ സ്റ്റാൻഡേർഡിനൊപ്പം ഉള്ള ഒരു വൈനറി. ഓ, കിടിലം. ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകണമെന്നുണ്ട്. പക്ഷേ ഇനി ഞാൻ മേടിക്കുന്നത് ഞാൻ എന്നെ ചവിട്ടി പുറത്താക്കും. അത്രയും മേടിച്ചു കൂട്ടിയിട്ടുണ്ട് പ്രാവശ്യം. ഇയാളിങ്ങനെ കൊന്നുകൂട്ടിയിട്ടിരിക്കുകയാണേ. ഇപ്പോൾ വൈൻ ടേസ്റ്റിങ്ങിന് ചെന്നു. ഇതിനൊപ്പം ഒരു കോംപ്ലിമെൻ്ററി വൈൻ ടേസ്റ്റിംഗ് ഉണ്ട്. അത് വൈൻ ടേസ്റ്റ് ചെയ്യും എന്നുള്ളവർക്ക് ഈ ടിക്കറ്റ് വളരെ ഉപകാരപ്രദമായ ടിക്കറ്റാണ്. എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഞാൻ ചോദിച്ചു എനിക്ക് ഡ്രൈവ് ചെയ്യണം, അതുകൊണ്ട് ടേസ്റ്റിംഗ് പ്രശ്നമെന്ന് വെച്ചാൽ പുള്ളിക്കാർ പറഞ്ഞു വൈൻ ഗ്ലാസ് ഇല്ലേ, ആ 1.5 വൈൻ ഗ്ലാസ് അത്രയും വൈൻ ടേസ്റ്റ് ചെയ്യണം. അതായത് ഒരു 32 ടൈപ്പ് വൈനോ സംതിങ്, അത്രയും വൈൻ ടേസ്റ്റ് ചെയ്യാനുണ്ട്. അതൊരു ടേബിളിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് അങ്ങനെ. അപ്പോൾ എനിക്ക് ധൈര്യം പോരാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ മൊത്തം സ്കിപ്പ് ചെയ്തു. ഒരു തുള്ളി വൈൻ പോലും ടേസ്റ്റ് ചെയ്യാണ്ട് ഇറങ്ങി. കാരണം സേഫ്റ്റി ഫസ്റ്റ്. 1.5 ഗ്ലാസ്സൊക്കെ വൈൻ കുടിച്ചിട്ട് ഒന്നാമത് പരിചയമില്ല, അതിൻ്റെ ഇടയിൽ കൂടെ പരിചയമില്ലാത്ത പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കണ്ടറിയാം. അതുകൊണ്ട് അത് വിട്ടു. അപ്പോൾ അങ്ങനെ ബിൽമോർ കഴിഞ്ഞു. ഇനി എനിക്ക് ഏകദേശം 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ഇവിടുത്തെ കണ്ട കാഴ്ചകളും അതിൻ്റെ എന്താ പറയുന്ന അനുഭവങ്ങളൊക്കെയുമായി ഒരു തിരിച്ചൊരു യാത്ര. അങ്ങനെ മനസ്സ് നിറഞ്ഞൊരു യാത്രയുമായി ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. നാളെ ചൊവ്വാഴ്ച ബാക്ക് ടു ഓഫീസ്. വർക്കിനുള്ള സമയമാണ്. ആവശ്യത്തിനധികമുള്ള ബ്രേക്ക് കിട്ടി. അതായത് ഒരു നിമിഷം പോലും ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. ഫുൾ കറക്കായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ സമയം യൂട്ടിലൈസ് ചെയ്തെന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ഒരു നഷ്ടബോധമില്ല. അല്ലെങ്കിൽ അവസാനം ഈവനിങ് ആകുമ്പോൾ എവിടെയെങ്കിലും പോകുമായിരുന്നുള്ള തോന്നലൊരു ഇത് അങ്ങനെയല്ല. ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു കഴിഞ്ഞു. കൊടുത്ത ടിക്കറ്റിനുള്ള എൻ്റെ മൂല്യം തിരിച്ചു കിട്ടി. അപ്പോൾ അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഡേ വിഷ് ചെയ്യുന്നു. And all of you stay blessed.